തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പശുവിന് രക്ഷകരായി അഗ്നിരക്ഷാസേന. 20 ദിവസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് അഗ്നിരക്ഷാസേനാംഗങ്ങൾ പശുവിനെ രക്ഷപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട്ടിലെ പറമ്പിൽ റബ്ബർ കുഴിയിൽ വീണ പശുവിനെയാണ് അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തിയത്. ഈ മാസം 21 രാത്രിയോടെയാണ് വെഞ്ഞാറമൂട് നെല്ലനാട്ടെ പറമ്പിൽ പശു അപകടത്തിൽപ്പെടുന്നത്. പ്രദേശത്തെ റബ്ബർ തോട്ടത്തിലെ കുഴിയിലേക്ക് പശു വീണു. അപകടശേഷം പശുവിന്റെ ഉടമ വെഞ്ഞാറമൂട് സ്വദേശി ബാബു രക്ഷയ്ക്കായി നാട്ടുകാരെ വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പിന്നാലെ വെഞ്ഞാറമൂട് അഗ്നിരക്ഷാസേന എത്തി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പശുവിനെ കരക്കെത്തിച്ചത്. ഈ മാസം ആദ്യമാണ് ബാലരാമപുരത്ത് പശു കിണറ്റിൽ വീണ അപകടമുണ്ടായത്. വെഞ്ഞാറമൂട് യൂണിറ്റിലെ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ അവിടെയും രക്ഷകരായി. നമ്മുടെ അശ്രദ്ധ മൂലം അത് മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ പശുവിനെയോ മേയ്ക്കാനൊക്കെ വിടുമ്പോൾ ചെളി അല്ലെങ്കിൽ പൊട്ടക്കിണർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് കെട്ടാതിരിക്കുക. കഴിഞ്ഞ മാസം കഴക്കൂട്ടത്തും സമാനമായ രീതിയിൽ ഗർഭിണിയായ പശു കിണറ്റിൽ വീണ് അപകടമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. പലപ്പോഴും ഈ മിണ്ടാപ്രാണികളൊക്കെ ഇങ്ങനെ അപകടത്തിൽപ്പെടുമ്പോൾ അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം അതൊരു ജീവൻ തന്നെയാണ്. വിവരങ്ങളുമായിട്ട് ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, വളരെ ശ്രമപ്പെട്ടാണ് ഈ പശുവിനെ പുറത്തെത്തിക്കുന്നത്. നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ പശുവിനെ രക്ഷപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജയലക്ഷ്മി, ഈ പറയും പോലെ അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴായി നമ്മളിത് വാർത്തയായി തന്നെ പല വാർത്തകളും നൽകിയിട്ടുള്ളതാണ്. അപ്പം ഈ അഗ്നിരക്ഷാസേന എന്നുള്ള പേര് അത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ എന്ന തരത്തിലാണ്. അപ്പം എന്തായാലും ആ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ അത് മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൃഗങ്ങളുടെ കാര്യത്തിലും മനുഷ്യൻ്റെ വസ്തുവകകളുടെ കാര്യത്തിലും ഒക്കെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ വെഞ്ഞാറമൂട്ടിൽ പലപ്പോഴായി ഇപ്പോൾ ഈ രണ്ടാം തവണയാണ് ഈ മാസം തന്നെ പശു കിണറ്റിൽ വീഴുന്ന സംഭവ വികാസം ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, മറ്റു പല ജില്ലകളിലും വന്യമൃഗങ്ങളായിക്കോട്ടെ അത്തരത്തിൽ പലതും ഇപ്പോൾ ഈ കിണറടക്കമുള്ള കുഴികളിലുമൊക്കെ വീഴുകയും പിന്നീട് അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ തന്നെ ഈ പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഇത്തരം സംഭവ വികാസങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കിണറ്റിൽ കുഴികളിലൊക്കെ ഈ മൃഗങ്ങൾ അകപ്പെടുന്ന സംഭവങ്ങൾ. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് അവർ തന്നെ പറയുന്നത്, മുൻപ് ഈ പറമ്പുകളിലൊക്കെ കൃഷികളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കൃഷികൾ വ്യാപക തോതിൽ ചെയ്യുന്നില്ല. മുൻപ് പറമ്പുകളിലൊക്കെ ആണെങ്കിലും ഈ റബ്ബർ മരങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റബ്ബർ അത്ര കാർഷികമായിട്ട് വലിയ രീതിയിൽ ഉൽപ്പാദനക്ഷമത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അത്തരത്തിൽ കാർഷികക്ഷമത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വെട്ടി കളയുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഈ കൃഷിയിടങ്ങളൊക്കെ തന്നെ തരിശായി കിടക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആളുകളൊന്നും ഈ പറമ്പിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ ഈ പറമ്പുകളിലെ കിണറുകളും കാര്യങ്ങളും ഒക്കെ ശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് ഉപയോഗശൂന്യമായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മൃഗങ്ങൾ അകപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഈ പലപ്പോഴും മൃഗങ്ങൾ പെട്ടുപോവുകയും പിന്നീട് അഗ്നിരക്ഷാസേന രക്ഷകരായി എത്തുകയും ചെയ്തു. എന്തായാലും ഇത് വലിയ പണിപ്പെട്ട ശ്രമമാണ് ഈ പശുവൊക്കെ കിണറ്റിൽ വീണ് പോയാൽ ഉണ്ടാകുന്നതെന്നുള്ളതാണ്. മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് ഇതിനെയൊക്കെ രക്ഷപ്പെടുത്തേണ്ടി വരുന്നത്. എന്തായാലും അതൊക്കെ തന്നെ ഇവർ വളരെ നിഷ്പ്രയാസം. പലയിടങ്ങളിലും നമ്മൾ ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇവര് ഇപ്പൊ ഒരു മൃഗമല്ലേ വിട്ടുകളയാമെന്ന് ചിന്തിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ആയിടത്താണ് ഈ അഗ്നിരക്ഷാസേനാ സംഘങ്ങളെ വിളിച്ചു വരുത്തി ഈ പശുവിനെ രക്ഷപ്പെടുത്തുന്നത്. അത് തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായ കാര്യം കൂടിയാണ്, അല്ലേ? തീർച്ചയായും ജലക്ഷ്മി, അങ്ങനെ കേരളത്തിൽ പലയിടത്തും എനിക്ക് തോന്നുന്നു ചിലയിടങ്ങളിലൊക്കെ നമ്മൾ വാർത്തയിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. രക്ഷപ്പെടുത്താൻ വിഫലമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ ഉപേക്ഷിച്ച് പോകുന്ന ചില കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അഗ്നിരക്ഷാ സേനയെ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ആ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് മുൻപോട്ട് പോകും. അതിപ്പം പ്രത്യേകിച്ച് ഇന്ന യൂണിറ്റ് എന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വെഞ്ഞാറമൂട് യൂണിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ ബാക്കി പ്രദേശങ്ങളിലേതും തീർച്ചയായും പൊതുജനത്തിന് എന്തൊക്കെയാണോ വേണ്ടത് ആ തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. അങ്ങനെ പല പ്രവർത്തനങ്ങളും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം അഗ്നിരക്ഷാ സേനയുടെ എല്ലാ വിഭാഗങ്ങളും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നവരാണ്. ബാക്കി ജില്ലകളിലും അങ്ങനെ. എന്തായാലും ആ വകുപ്പിൽ പ്രത്യേകിച്ചൊരു പരാതി കേൾക്കാത്ത ഒരു സർക്കാർ വകുപ്പ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേന മുൻപോട്ട് പോകുന്നത്. അത് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ തന്നെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പൊതുജനത്തിനായാലും അല്ലെങ്കിൽ നമ്മളുടെ മറ്റെന്തെങ്കിലും ഒരു വിഭാഗത്തിനായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അഗ്നിരക്ഷാ സേനയെ അറിയിക്കാൻ സാധിക്കും. എന്തായാലും റെസ്ക്യൂ ഓപ്പറേഷനുമായിട്ട് അത് മുൻപോട്ട് പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
ശരി ഗോകുൽ, എന്തായാലും നമ്മൾ വളർത്തുന്ന പക്ഷിമൃഗാദികളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അതിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ തന്നെ പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടുമ്പോൾ ഇത്തരത്തിൽ ആളില്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ പൊട്ടക്കിണറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്തോ കൊണ്ട് കെട്ടാതിരിക്കുക. നമ്മൾ അവരെ കൃത്യമായ സ്ഥലത്ത് സുരക്ഷിതമായി കൊണ്ട് തീറ്റയ്ക്കായി മറ്റും കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. എന്തായാലും ഇത് മാതൃകാപരമായ കാര്യം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ഗോകുലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.